ഹെൽത്തി ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. വളരെ മനോഹരവും ആരോഗ്യമുള്ളതുമായ മുടി ഇഷ്ടമല്ലാത്തവരായി ആരും ഉണ്ടാവില്ല. മുടി കൊഴിച്ചിൽ എന്നത് പലരെയും വളരെ വേദനിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ്. മുടി കൊഴിയുന്നത് കാണുമ്പോൾ പല ഉൽപ്പന്നങ്ങളും വാങ്ങി പരീക്ഷിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. പക്ഷെ നാം പലപ്പോഴും ഈ മുടി കൊഴിച്ചിലിന് കാരണം അന്വേഷിക്കാറില്ല. പലവിധ കാരണങ്ങളാൽ മുടി കൊഴിയാം. അതിൻ്റെ കാരണം മനസ്സിലാക്കി ചികിത്സിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഫലപ്രദം. അങ്ങനെ ചില കാരണങ്ങൾ പരിചയപ്പെടാം. ജനിതക ശാസ്ത്രം. മുടികൊഴിച്ചിൽ നിങ്ങളുടെ കുടുംബചരിത്രം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കളോ മുത്തശ്ശിമാരോ മുടികൊഴിച്ചിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സാധ്യതയുള്ളവരായിരിക്കാം. ഹോർമോൺ മാറ്റങ്ങൾ. ഗർഭാവസ്ഥയിലോ ആർത്തവ വിരാമത്തിലോ തൈറോയിഡ് തകരാറുകളിലോ ഉള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ മുടികൊഴിച്ചിലിന് കാരണമാകും. സമ്മർദ്ദം. ഉയർന്ന സ്ട്രെസ് ലെവലുകൾ ടെലോജൻ ഇഫ്ലൂവിയം എന്ന അവസ്ഥയ്ക്ക് കാരണമാകും. ഇത് മുടി അകാലത്തിൽ വിശ്രമിക്കുന്ന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും കൊഴിയുകയും ചെയ്യും. പോഷകാഹാരക്കുറവ്. ആവശ്യ പോഷകങ്ങളുടെ അഭാവം, പ്രത്യേകിച്ച് ഇരുമ്പ്, ബയോട്ടിൻ, പ്രോട്ടീൻ എന്നിവയുടെ അഭാവം മുടിയെ ദുർബലപ്പെടുത്തുകയും അമിതമായ കൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യും. മെഡിക്കൽ അവസ്ഥകൾ. അലോപീസിയ ഏരിയേറ്റ അഥവാ സ്പോട്ട് കഷണ്ടി, തലയോട്ടിയിലെ ഫംഗസ് അണുബാധ, സ്വയം രോഗപ്രതിരോധ രോഗങ്ങൾ എന്നിവ പോലുള്ള ചില മെഡിക്കൽ അവസ്ഥകൾ മുടി കൊഴിച്ചിലിന് കാരണമാകും. മരുന്നുകൾ. കീമോതെറാപ്പി മരുന്നുകൾ, ആൻറ്റി കോഗുലൻസ്, ആൻറ്റി ഡിപ്രസൻസ് തുടങ്ങിയ ചില മരുന്നുകൾ ഒരു പാർശ്വഫലമായി മുടികൊഴിച്ചിൽ ഉണ്ടാക്കിയേക്കാം. ഹെയർ സ്റ്റൈലിങ്ങും ഉൽപ്പന്നങ്ങളും. ഹീറ്റ് സ്റ്റൈലിംഗ് ടൂളുകളുടെ അമിതമായ ഉപയോഗം, ഇറുകിയ ഹെയർ സ്റ്റൈലുകൾ അതായത് പോണിടെയിൽ പോലുള്ളവ, കഠിനമായ മുടി ഉൽപ്പന്നങ്ങൾ എന്നിവ മുടിക്ക് കേടുവരുത്തുകയും പൊട്ടുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. പ്രായം. ആളുകൾക്ക് പ്രായമാകുന്തോറും മുടി സ്വാഭാവികമായും കനം കുറഞ്ഞതായി തീരുകയും എളുപ്പത്തിൽ കൊഴിയുകയും ചെയ്യും. ഭക്ഷണം. പോഷകാഹാരക്കുറവ് മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കും. ആവശ്യ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ സമീകൃത ആഹാരം ആരോഗ്യമുള്ള മുടി നിലനിർത്താൻ സഹായിക്കും. പരിസ്ഥിതി ഘടകങ്ങൾ. മലിനീകരണം, അൾട്രാവയലറ്റ് വികിരണം, കഠിനമായ കാലാവസ്ഥ എന്നിവയുമായി സമ്പർക്കം പുലർത്തുന്നത് മുടിയെ ദുർബലപ്പെടുത്തും. ചില പരിശോധനകൾ നിങ്ങളുടെ മുടികൊഴിച്ചിലിൻ്റെ കാരണം കൃത്യമായി കണ്ടെത്താൻ സഹായിക്കും. ചില സാധാരണ പരിശോധനകളും വിലയിരുത്തലുകളും പരിചയപ്പെടാം. രക്തപരിശോധനകൾ. മുടികൊഴിച്ചിലിന് കാരണമായേക്കാവുന്ന ആരോഗ്യപരമായ അവസ്ഥകളോ പോഷകാഹാരക്കുറവോ രക്തപരിശോധനയ്ക്ക് കണ്ടെത്താൻ കഴിയും. സാധാരണ പരിശോധനകളിൽ ഇവ ഉൾപ്പെടുന്നു: കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, തൈറോയിഡ് പ്രവർത്തന പരിശോധനകൾ, ഇരുമ്പ്, ഫെറിറ്റിൻ അളവ്, ഹോർമോണുകളുടെ അളവ്, ഇവയെല്ലാമാണ് രക്തപരിശോധനകൾ. തലയോട്ടിയിലെ ബയോപ്സി. ചില സന്ദർഭങ്ങളിൽ അലോപീസിയ ഏരിയേറ്റ അല്ലെങ്കിൽ സ്കേറിംഗ് അലോപീസിയ പോലുള്ള അവസ്ഥകൾ നിർണ്ണയിക്കാൻ നിങ്ങളുടെ തലയോട്ടിയിൽ നിന്ന് ഒരു ചെറിയ ചർമ്മ സാമ്പിൾ എടുത്ത് മൈക്രോസ്കോപ്പിൽ പരിശോധിച്ചേക്കാം. ഹെയർ അനാലിസിസ്. ഹെയർ സ്റ്റാൻഡ് വിശകലനത്തിന് കാലക്രമേണ പോഷകങ്ങളുടെ അളവ്, മയക്കുമരുന്ന് അല്ലെങ്കിൽ രാസവസ്തുക്കൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ കഴിയും. ഹോർമോൺ പരിശോധന. ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഉയർന്ന അളവ് പോലുള്ള ഹോർമോൺ അസന്തുലിതാവസ്ഥ മുടി കൊഴിച്ചിലിന് കാരണമാകും. ഹോർമോൺ പരിശോധനകൾ ഈ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കും. മൈക്രോസ്കോപ്പി. ചില മുടി തകരാറുകൾ സൂചിപ്പിക്കുന്ന അസാധാരണതകൾക്കായി ഹെയർ ഷാഫ്റ്റ് പരിശോധിക്കാൻ ഹെയർ മൈക്രോസ്കോപ്പി ഉപയോഗിക്കാം. തലയോട്ടി ഇമേജിംഗ്. ട്രൈക്കോസ്കോപ്പി അല്ലെങ്കിൽ ടെർമോസ്കോപ്പി പോലുള്ള ന്യൂനത ഇമേജിംഗ് ടെക്നിക്കുകൾ തലയോട്ടിയുടെയും രോമകൂപങ്ങളുടെയും വിശദമായ പരിശോധനയ്ക്ക് അനുവദിക്കുന്നു. ഇനി മുടികൊഴിച്ചിൽ മൂലം ബുദ്ധിമുട്ടുന്നവർ കൃത്യമായി പരിശോധനയിലൂടെ അവയുടെ കാരണം കണ്ടെത്തി പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി.